തെക്കൻ ഗാസയിലെ റാഫയിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കരുതെന്ന് ന്യൂസിലൻഡ്, ആസ്ട്രേലിയ, കാനഡ എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ സംയുക്തമായി ഇറക്കിയ ഒരു പ്രസ്താവനയിൽ ഇസ്രയേലിനോടിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഗാസയിൽ കരയാക്രമണം നടത്തുന്നത് വളരെ വിനാശകരമായിരിക്കും. ഇസ്രയേൽ അവരുടെ സഖ്യകക്ഷികളെയും അന്താരാഷ്ട്ര സമൂഹത്തെയും കേൾക്കണമെന്നും ആ പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നുണ്ട്. റഫേൽ കരയാക്രമണം നടത്താൻ ഇസ്രയേൽ പദ്ധതിയിടുന്നതിൽ തങ്ങൾ അതീവ ആശങ്കാകുലരാണ്. റഫേലെ സൈനിക നടപടി വിനാശകരമാകും. ഏകദേശം 1.5 ദശലക്ഷം പലസ്തീനികളാണ് ആ പ്രദേശത്ത് അഭയം തേടിയിട്ടുള്ളത്. ഗാസയിലെ മാനുഷിക സാഹചര്യം ഇതിനകം തന്നെ ഭയാനകമാണ്. അവിടെ സൈനിക നടപടി ആരംഭിച്ചാൽ സാധാരണക്കാരുടെ അവസ്ഥ ദുരിതപൂർണമാകും. ഈ പാത തിരഞ്ഞെടുക്കരുതെന്ന് ഇസ്രായേൽ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് പോകാൻ മറ്റൊരു സ്ഥലവുമില്ല. അന്താരാഷ്ട്ര തലത്തിൽ അഭിപ്രായ സമന്വയം വർദ്ധിക്കുന്നുണ്ട്. ഇസ്രായേൽ അവരുടെ സഖ്യരാജ്യങ്ങളെയും അന്താരാഷ്ട്ര സമൂഹത്തെയും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സിവിലിയന്മാരുടെ സംരക്ഷണം പരമപ്രധാനവും അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന് കീഴിലുള്ള ആവശ്യകതയുമാണ്. ഹമാസിനെ ഇല്ലാതാക്കുന്നതിൻ്റെ വില പലസ്തീൻ സിവിലിയന്മാരുടെ മേൽ ഏൽപ്പിക്കരുത്. മാനുഷിക സഹായത്തോടൊപ്പം ഗാസ മുനമ്പിൽ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇസ്രായേൽ അടിസ്ഥാന സേവനങ്ങളും ആവശ്യമായ മാനുഷിക സഹായവും ഉറപ്പാക്കുകയും സാധാരണക്കാരെ സംരക്ഷിക്കുകയും വേണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഇടക്കാല വിധിയും ആ പ്രസ്താവനയിൽ പരാമർശിക്കുന്നുണ്ട്. പലസ്തീൻ, ഇസ്രയേൽ എന്നിങ്ങനെ ദ്വിരാഷ്ട്ര പരിഹാരത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നതായും 3 രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ പറയുന്നു. ഇത് ശാശ്വത സമാധാനത്തിനും സുരക്ഷയ്ക്കും അനിവാര്യമാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റഫേലേക്ക് കരയാക്രമണം വ്യാപിപ്പിക്കരുതെന്ന് ഡച്ച് പ്രധാനമന്ത്രി മാർക്ക് റൂട്ടെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം ഇസ്രായേൽ പ്രധാനമന്ത്രിയും പലസ്തീൻ പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ഈ പ്രസ്താവന നടത്തിയത്. റഫേൽ ആക്രമണം നടത്താൻ 2 വ്യത്യസ്ത പദ്ധതികൾ തയ്യാറാക്കാനാണ് നെതന്യാഹു ഇസ്രായേൽ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാനും മറ്റൊന്ന് ഹമാസിനെ ഇല്ലാതാക്കാനുമാണ്. എന്നാൽ ഇതിനെതിരെ ലോകരാജ്യങ്ങളിൽ നിന്ന് വലിയ എതിർപ്പാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. യുദ്ധത്തെ തുടർന്ന് വടക്ക് മധ്യ ഗാസയിൽ നിന്നും പലായനം ചെയ്ത സാധാരണക്കാരായ ലക്ഷങ്ങളാണ് ഇവിടെ ടെൻറ്റുകളിലും മറ്റും ഇപ്പോൾ കഴിയുന്നത്. ഭക്ഷണം, വെള്ളം, മരുന്ന് എന്നിവയ്ക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാണ് ഇവർ നേരിടുന്നത്. റഫയെ ആക്രമിക്കാനുള്ള ഇസ്രായേൽ പദ്ധതിയെ അമേരിക്ക അടക്കമുള്ളവർ എതിർത്തിട്ടുണ്ട്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാതെ ആക്രമണം നടത്തരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം അന്താരാഷ്ട്ര എതിർപ്പുകളെ അവഗണിച്ചും റഫേൽ ഇസ്രായേൽ ആക്രമണം ഇപ്പോൾ തുടരുകയാണ്. കൂട്ടക്കൊലകൾക്കാണ് ദിവസവും ഗാസ സാക്ഷ്യം വഹിക്കുന്നത്. കുട്ടികളും സ്ത്രീകളുമാണ് കൊല്ലപ്പെടുന്നതിൽ അധികവും. ഇസ്രായേൽ അധിനിവേശ യുദ്ധവിമാനങ്ങൾ റഫേൽ 50-ലധികം വ്യോമ ആക്രമണങ്ങളാണ് നടത്തിയത്. അന്താരാഷ്ട്ര തലത്തിൽ നിരോധിക്കപ്പെട്ട മിസൈലുകൾ ഉപയോഗിച്ചതായും ആരോപണം വരുന്നുണ്ട്. റഫേൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 100 പേരെങ്കിലും കൊല്ലപ്പെട്ടതായും 230-ലധികം പേർക്ക് പരിക്കേറ്റതായും പലസ്തീൻ അധികൃതർ പറയുന്നുണ്ട്. ഇതുവരെ 30,000-ഓളം പേരാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 68,300 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്.